ഹലോ ഗായ്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്നു ഗായ്സ്. അപ്പം ഞാൻ സിമ്പിൾ ഒരു ചിക്കൻ കറിയാണ് കേട്ടോ വെക്കുന്നത്. അതിന് വേണ്ടിയിട്ട് കുറച്ച് ചിക്കൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ മസാലയൊക്കെ ഇട്ട് കൊടുത്തിട്ടോ. നമ്മുടെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ കുരുമുളക് പൊടി ഇത്രയും ഇട്ടിട്ട് നന്നായിട്ട് തിരുമിയിട്ട് കുക്കറിലെടുത്ത് വെച്ചിട്ടുണ്ട്. ഏകദേശം ഒരു 2 ബിസിലാണ് കേട്ടോ ഞാൻ എടുപ്പിച്ചത്. അപ്പോൾ ഇന്നത്തെ എൻ്റെ ചിക്കൻ കറിക്ക് ഒരു പ്രത്യേകതയുണ്ട്. എപ്പോഴും നമ്മൾ ഗ്യാസിലല്ലേ വെക്കുന്നത്. അപ്പോൾ ഞാൻ ഇന്ന് നേരെ അടുപ്പിലേക്ക് എടുത്ത് വെച്ചു കേട്ടോ. അപ്പം നമുക്കിന്ന് അടുപ്പിലൊരു ചിക്കൻ കറി ഉണ്ടാക്കിയാലോ? അതാ കണ്ടില്ലേ, വിറകൊക്കെ നന്നായിട്ട് പാകി വെച്ചിട്ടുണ്ട് ഗൈസ്. ദാ അതിന് വേണ്ടിയിട്ട് ഒരു ഉരുളിയെടുത്ത് അതിലേക്ക് ഞാൻ എണ്ണ ഒഴിച്ചു. അങ്ങനെ എണ്ണ ചൂടായപ്പോൾ അതിലേക്ക് കടുക് ഇട്ട് കൊടുത്തു കേട്ടോ. അങ്ങനെ കടുക് പൊട്ടി കഴിഞ്ഞ ശേഷം കുറച്ച് തേങ്ങാക്കൊത്താണ് കേട്ടോ ഞാൻ ഈ വഴറ്റിയെടുക്കുന്നത്. അങ്ങനെ തേങ്ങാക്കൊത്തോടെ വഴറ്റിയെടുത്തിട്ടുണ്ട് ഗൈസ്. പിന്നെ ഞാൻ ഉള്ളി എടുത്തിട്ടുണ്ടായിരുന്നു. ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി ഇതെല്ലാം കൂടെ അതും അതിലേക്ക് അങ്ങ് തട്ടിക്കൊടുത്തു കേട്ടോ. അങ്ങനെ അതും നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട് ഗൈസ്. സാധാരണ എപ്പോഴും നമ്മൾ ഗ്യാസിലല്ലേ വെക്കാറ്. അപ്പം ഞാൻ ഓർത്തു ഇന്ന് നമുക്കൊരു വെറൈറ്റിക്ക് വേണ്ടി അടുപ്പിലൊന്ന് ചിക്കൻ കറി വെച്ച് നോക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. കാരണം ഒരുപാട് നേരങ്ങൾക്ക് ശേഷമാണ് ഞാൻ കേട്ടോ അടുപ്പിൽ ചിക്കൻ കറി വെക്കുന്നത്. മുമ്പൊക്കെ എങ്ങനെയായിരുന്നു, പിന്നെ ഒരുപാട് ഗ്യാപ്പിന് ശേഷം നമ്മളിപ്പോഴാണ് കേട്ടോ വീണ്ടും അടുപ്പിലേക്ക് ചിക്കൻ കറി വെക്കുന്നത് കേട്ടോ. അങ്ങനെ നമ്മുടെ അതെല്ലാം വഴറ്റി വന്നപ്പോഴത്തേനും ഞാനൊരു 3 തക്കാളി എടുത്ത് അത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. കാരണം എപ്പോഴും നമ്മൾ ഡയറക്റ്റ് തക്കാളി എടുത്ത് ചേർക്കുകയല്ലേ ചെയ്യുന്നത്. അപ്പം ഞാൻ ഓർത്തു ഇന്നൊരു വെറൈറ്റിക്ക് വേണ്ടി അതും വെറൈറ്റി ആയിക്കോട്ടെ. അപ്പോൾ വെറൈറ്റിക്ക് വേണ്ടി അതും ഞാൻ നന്നായിട്ടൊന്ന് അരച്ച് പേസ്റ്റായിട്ട് എടുത്തു കേട്ടോ. പിന്നെ അതൊക്കെ ഒന്ന് മൂത്ത് വന്നപ്പോഴത്തേക്കും ഞാൻ നമ്മുടെ മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, ചിക്കൻ മസാല, പിന്നെ കുരുമുളക് പൊടി, ഗരം മസാല ഇതെല്ലാം കൂടെ അങ്ങോട്ട് തട്ടിക്കൊടുത്തു കേട്ടോ. അതങ്ങോട്ട് തട്ടിക്കൊടുത്ത ശേഷം നമ്മുടെ തക്കാളിയും കൂടി ഇല്ലേ, അതുകൂടെ ഓൾറെഡി നമ്മൾ അരച്ച് ചേർത്തായിരുന്നല്ലോ, അതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ടുണ്ട് ഗൈസ്. പിന്നെ ഞാൻ വേറെ വെള്ളമൊന്നുമല്ല ചേർക്കുന്നത്. നമ്മുടെ ചിക്കൻ കുക്കറിലേക്ക് വേഗം വെച്ചപ്പോൾ നല്ല വെള്ളം ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ആ വെള്ളമാണ് ഞാനെടുത്ത് നമ്മുടെ ചിക്കനിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുത്തത്. അങ്ങനെ അത് നന്നായിട്ടൊന്ന് ഇളക്കി പച്ചമുറം മാറുന്ന പോലെ അത് നന്നായിട്ട് ഇളക്കി കഴിഞ്ഞ ശേഷം നമ്മുടെ ചിക്കൻ റെഡിയായിട്ട് കുക്കറിൽ ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മുടെ ചിക്കനും കൂടെ അങ്ങോട്ട് തട്ടി കൊടുത്തു ഗൈസ്. ഒന്നും പറയാനില്ല, നമ്മൾ അടുപ്പിൽ ഉരുളി വെച്ചുണ്ടാക്കിയ നമ്മുടെ ചിക്കൻ കറി സൂപ്പറായിരുന്നു ഗൈസ്. വെറുതെ പറയല്ല കേട്ടോ, അടിപൊളി ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഒരു വെറൈറ്റി ഒരു ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. എൻ്റെ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് എടുത്തു വെച്ച് കാണണേ. അപ്പം ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ ടാറ്റാ, ബൈ ബൈ.